നമസ്കാരം. ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ 20-ൽ കൂടുതൽ വിസകളാണ് ക്യാനപ്രൂവിൽ ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും അടുത്തായി വിസ ലഭിച്ച ഒരാളെ ഇന്ന് പരിചയപ്പെടാം. ഡോൺ പോൾ എൽദോ. ഹായ് ഡോൺ. ഡോൺ എവിടെയാണ് പഠിച്ചത്? പഠിച്ചത് ഡീപോളിലാണ്, അങ്കമാലിൽ. ഓക്കെ. എന്ത് കോഴ്സാണ് ചെയ്തത്? IMC എന്ന കോഴ്സായിരുന്നു, ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? ഏത് ഇയറിലാണ് പാസ് ഔട്ട് ആയത്? 23 പാസ് ഔട്ട് ചെയ്തത്. 2023. അതിനുശേഷം എന്താ ചെയ്തത്? വീണ്ടും കുറച്ച് നാൾ TCSൽ IT മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ. പിന്നെ ഇപ്പോൾ കറന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ സിസ്റ്റം അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം. സിസ്റ്റം അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 2 year എക്സ്പീരിയൻസ്. 2 yearsന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ. എന്തുകൊണ്ടാണ് ജർമ്മനി ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? ജർമ്മനി ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ബേസ് എന്തുകൊണ്ടും ജർമ്മനി ബെറ്റർ ഓപ്ഷനാണ്. അതുപോലെ ഇമ്മൻസ് ആയിട്ടുള്ള സ്കോപ്പ് അതുപോലെ ഉണ്ട് ജർമ്മനിയിൽ. പിന്നെ AI അതുപോലെ റോബോട്ടിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് സാധ്യതകളും ഏറെയാണ് ജർമ്മനിയിൽ. ഓക്കെ. എന്താണ്, ഏതൊരു മേഖലയിൽ ഒരു ജോലി അവിടെ ഡെവലപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അവിടെ IT ഫീൽഡ് തന്നെ മെയിനായിട്ട് പ്രയോറിറ്റി ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. IT ഫീൽഡിൽ തന്നെ എന്താണ് ഒരു പാഷൻ? എന്താണ്? ക്ലൗഡാണ് മെയിനായിട്ട് നോക്കണത്. ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയർ എന്ന പോസ്റ്റിലോട്ടാണ് മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാനപ്രൂവുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ക്യാനപ്രൂ ഫസ്റ്റിൽ ആദ്യമായിട്ട് കണ്ടത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ് ക്യാനപ്രൂ ആയിട്ട് കോൺടാക്ട് ചെയ്തത്. പിന്നെ കോൺടാക്ട് ചെയ്ത ടൈം തൊട്ട് അവരെല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. എല്ലാ ഇതിലും പ്രോപ്പറായിട്ട് ഗൈഡൻസ് തന്നായിരുന്നു അവർ. പിന്നെ എപ്പോൾ വിളിച്ചാലും അവർ അതിനുള്ള പ്രോപ്പർ റിപ്ലൈ തന്നായിരുന്നു. പിന്നെ അവരുടെ ഡോക്യുമെൻറ്റേഷൻ ചെറിയ ഡൗട്ട്സ് ഉണ്ടായിരുന്നല്ലോ, അവരപ്പോൾ തന്നെ ക്ലാരിഫൈ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടും ബെറ്റർ ഒരു. അപ്പോൾ ജർമ്മനിയിൽ ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.